ഹായ് നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ശിൽജ. വിഷു എന്നാതെ നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നറിയോ? ഇങ്ങനെ രാമേശ്വരത്ത് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ രാമേശ്വരമാട്ടോ വിചാരിച്ചത്. പക്ഷെ അല്ല കേട്ടോ, നെയ്യാറ്റിൻകര സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത്. തിരുവാതിര നാൾ വന്നു കഴിഞ്ഞാൽ 10 ദിവസം ഉത്സവമാണ്. എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഉച്ചക്കന്നദാനം, അതുപോലെ വൈകുന്നേരം കാപ്പിയൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സമയം അവിടെ പോയിരുന്നു. അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് വന്നു കേട്ടോ. ഞാൻ ശരിക്കും ശിവഭക്തിയാണ്, അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ പോകുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രധാന മൂർത്തി എന്ന് പറയുന്ന മഹാദേവനും ഗണപതിയും പാർവതിയും ദക്ഷിണാമൂർത്തി സങ്കല്പം മാത്രം കേട്ടോ. ഉപദേവതകളും ഒക്കെ ഉണ്ട് കേട്ടോ. മനസ്സ് തുറന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. നന്ദിയോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് നന്ദിയോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരുപാട് ആളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുമുളകിന് നമ്മുടെ ബാലുചേട്ടൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന ചേട്ടനോട് അനിയൻ തന്നെയാണ് കേട്ടോ. ചേട്ടനുണ്ടായിരുന്നത് വിശിഷ്ട അതിഥിയാണ്. നമ്മൾ കാപ്പിയൊന്നും കുടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം അവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വന്നു കേട്ടോ. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടാവും. എന്തായാലും മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടാവേ, കാണാൻ മറക്കല്ലേ.